കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും ഏലപ്പാറ ചിന്നാറ്റിൽ വൻ നാശനഷ്ടം. മഴയെ തുടർന്നുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും സമീപവാസികൾ അപകട ഭീഷണിയിലാവുകയും ചെയ്തു. ചിന്നാറ്റിൽ ശ്യാമളയുടെ മകൾ താമസിച്ചിരുന്ന വീട് മണ്ണിടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ, മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയെല്ലാം അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. മറ്റൊരു പ്രദേശവാസിയായ KP വിജയന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ കുന്നിടിഞ്ഞ് മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും പതിച്ചു. കൂറ്റൻ പാറക്കല്ലുകൾ ഇപ്പോഴും വീടിന് മുകളിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത് പ്രദേശത്ത് വലിയ ഭീതി ഉയർത്തുന്നുണ്ട്. പ്രദേശത്തെ മറ്റു ചില വീടുകൾക്ക് പുറകിലും വൻ പാറക്കല്ലുകൾ ഉരുളാൻ പാകത്തിൽ നിൽക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. മുൻപ് ഈ പ്രദേശത്ത് റോഡ് നിർമ്മാണത്തിനായി കല്ലുകൾ പൊട്ടിച്ചെടുത്തപ്പോൾ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമാക്കാനും അധികൃതർ ഉറപ്പു നൽകിയിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ദുരിതബാധിതർ പറഞ്ഞു. അപ്പുറത്ത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിനകത്ത് വെള്ളം കയറി ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു പറയുകയും ചെയ്തു. ഇവർ പെട്ടെന്ന് ഓടി അവിടെ വന്ന് അവിടുത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റിക്കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മണ്ണിടിഞ്ഞ് ഈ വീട് മുഴുവൻ പൂർണ്ണമായും പോയതായി കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് കിടന്ന ഫർണിച്ചറും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അടക്കം മുഴുവൻ സാധനങ്ങളും ആ മണ്ണിടിച്ചിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ സൈഡിലാണെങ്കിലും ഇനിയും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ തെരുവത്തുകാർ റോഡ് പണിതപ്പോൾ അവർ കല്ലിന് വേണ്ടിയിട്ടാണ് അവിടെ പൊട്ടിച്ചെടുത്തത്. അന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു പൈസ പോലും എനിക്ക് തരാതെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങൾ അവിടെ പൊട്ടിച്ച് വൃത്തിയാക്കി അതിൻ്റെ പുറവശം കോൺക്രീറ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് മണ്ണിടിച്ചിലും കല്ലിടിച്ചിലും ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാണ് അവർ ആവശ്യമായ കല്ല് പൊട്ടിച്ചെടുത്തത്. എന്നാൽ അവർ കല്ല് പൊട്ടിച്ചെടുത്തതല്ലാതെ അവർ യാതൊരുവിധ സഹായവും അതിൻ്റെ ഭാഗമായി ചെയ്തിരുന്നില്ല. ഞാൻ അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടറും അതിൻ്റെ മേലിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അപകട ഭീഷണിയായി നിൽക്കുന്ന വലിയ പാറക്കല്ലുകൾ ഉടൻ നീക്കം ചെയ്യാനും ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് അടിയന്തരമായി ആവശ്യമായ പുനരധിവാസ സഹായവും അർഹമായ നഷ്ടപരിഹാരവും ലഭ്യമാക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.